മരട് നഗരസഭയുടെ മനോഹരമായ ഇൻസ്റ്റലേഷനുകൾ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നേർക്കാഴ്ചയുടെ യാത്ര തുടങ്ങുന്നത്. മനോഹരമായ ഇൻസ്റ്റലേഷനുകൾ നമുക്ക് കാണാം. കുണ്ടന്നൂർ ഭാഗത്തായിട്ട് ക്രൗൺ പ്ലാസ, ലേ മെറിഡിയൻ ഹോട്ടലുകൾക്ക് ഇടയിൽ കുണ്ടന്നൂരുള്ള അണ്ടർപാസിന് ഇരുവശവുമായിട്ടാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വാട്ടർ ബോട്ടിൽ, അതായത് പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടാണ് ഈ വലിയ ബോട്ടും അതുപോലെ തന്നെ വെള്ളമൊഴുകുന്ന ടാപ്പ് പോലുള്ള ഒരു ഇൻസ്റ്റലേഷനും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് മനുഷ്യരെ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതിൽ നിന്നും ബോധവാന്മാരാക്കുന്നതിനാണെങ്കിൽ മറ്റൊരിടത്ത് ഇതിൽ നിന്നും വ്യത്യസ്തമായ വേറൊരു കാഴ്ച കാണുവാനിടയുണ്ടായി. അത് ഞാൻ കാണിച്ചത്. മരട് മുനിസിപ്പാലിറ്റിയിലെ കുണ്ടന്നൂരിൻ്റെ വേറൊരു ഭാഗത്ത് ഒരു ശ്രദ്ധ ക്ഷണിക്കൽ സമരം കാണുകയുണ്ടായി. അതെന്തിനു വേണ്ടിയാണെന്ന് പരിശോധിച്ചപ്പോൾ കാൽനട യാത്രക്കാർക്ക് സൗകര്യമൊരുക്കുന്നതിന് വേണ്ടി, കാൽനട യാത്രക്കാർക്ക് ഫുട്പാത്ത് ഒരുക്കുന്നതിന് വേണ്ടി, അതായത് മധുര കൊച്ചി ഹൈവേ സൈഡിൽ കാൽനട യാത്രക്കാർക്ക് സുഗമമായി സഞ്ചരിക്കുന്നതിന് വേണ്ടിയും മരടിൽ പൊതു ശൗചാലയം പണിയുന്നതിനുമാണ് ഇവർ ഈ സമരം നടത്തുന്നത്. ഇതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ വളരെ ദയനീയപരമായ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. കാൽനട യാത്രക്കാർക്ക് സത്യത്തിൽ സഞ്ചരിക്കാനുള്ള നടപ്പാത ഈ ഭാഗങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഉള്ള ഫുട്പാത്തുകളിൽ ഓട്ടോ സ്റ്റാൻഡും അതുപോലെ നിരവധി കച്ചവടക്കാരും നിരന്നിരിക്കുകയാണ്. കാൽനട യാത്രക്കാർക്ക് പോകാനുള്ള സൗകര്യമില്ല. അവർ വാഹനങ്ങൾക്കിടയിലൂടെ വളരെ കഷ്ടപ്പെട്ടാണ് പോകുന്നത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് CPIയുടെ നേതൃത്വത്തിൽ ഇവിടെ സമരം ഏർപ്പാടാക്കിയിരിക്കുന്നത്. ശ്രദ്ധ ക്ഷണിക്കൽ സമരം എന്നാണ് ഇവരിതിനെ പേരിട്ട് വിളിച്ചിരിക്കുന്നത്. കാൽനട യാത്രക്കാർക്കും മുച്ചക്ര വാഹനം ഉപയോഗിക്കുന്ന ആളുകളും വികലാംഗർ, ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കൊക്കെ സഹായകമായ രൂപത്തിലുള്ള നടപ്പാത നിർമ്മിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നും ആവശ്യം TB ഗഫൂർ സൂചിപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു തദ്ദേശ ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഭരണഘടന സംബന്ധമായി പരിശോധിച്ചാൽ ആ നഗരസഭയിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കീഴിൽ വരുന്ന പ്രദേശത്ത് ഉള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളത് നഗരസഭയുടെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ്. ആ ചുമതല ഇവിടെ നിർവഹിക്കപ്പെടണം എന്നാണ് CPIയുടെ മരട് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇവരാവശ്യപ്പെടുന്ന ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രാധാന്യമേറിയ കാര്യങ്ങളാണ്. അത് എത്രയും വേഗം മരട് മുനിസിപ്പാലിറ്റി ഭരണാധികാരികൾ നടപ്പിലാക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത്. വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഇതിലെ കാൽനട യാത്രക്കാർ സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ പൊതു ശൗചാലയവും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇത് രണ്ടിനും പരിഹാരം കാണണമെന്നാണ് മരട് മുനിസിപ്പാലിറ്റി അധികാരികളോട് ഇവരോടൊപ്പം തന്നെ എനിക്കും പറയാനുള്ളത്. മരട് നഗരസഭയുടെ മനോഹരമായ ആ രണ്ട് ഇൻസ്റ്റലേഷനുകളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. വളരെ മനോഹരമായ ഇൻസ്റ്റലേഷനുകളാണ് ഇത്. അതേപോലെ തന്നെ ഇത് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി മരട് നഗരസഭ തയ്യാറാക്കിയതാണ്. വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അതായത് പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയാതിരിക്കാനായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. വാട്ടർ ബോട്ടിലുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയരുത് എന്ന സന്ദേശം ഇതിലൂടെ ജനങ്ങൾക്ക് നൽകുകയാണ് മരട് നഗരസഭ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ ഇൻസ്റ്റലേഷനാണ്. അതായത് വാട്ടർ ടാപ്പ് പോലെ വാട്ടർ ബോട്ടിലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മനോഹരമായ ബോട്ടും നിർമ്മിച്ചിട്ടുണ്ട്. ഈ ബോട്ടിൽ നിന്നും വലയിൽ കുരുങ്ങിയിരിക്കുന്നതും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്, പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ്. അപ്പോൾ ഇത് എല്ലാം ഈ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെ ഒരു പ്രതീകമായി കണ്ടുകൊണ്ട് ജനങ്ങൾ ഇതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിരത്തുകളിലേക്ക് വലിച്ചെറിയുന്നത് നിർത്തി ബോധവാന്മാരാകണമെന്നുള്ള നിർദ്ദേശമാണ് മരട് നഗരസഭ നൽകിയിരിക്കുന്നത്.